പാലായിൽ പാലാ കൊട്ടാരമറ്റത്ത് ഏതാണ്ട് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 300 മീറ്റർ മാറിയിട്ടുള്ള ഒരു വലിയ വെള്ളക്കെട്ടാണ് ഞാൻ ഈ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇന്ന് ഇത് ദിവസങ്ങൾ, അതായത് ഒരൊറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഭയങ്കര ശക്തമായ വെള്ളക്കെട്ടാണ്. എന്റെ പിന്നിൽ കാണുന്നുണ്ടല്ലോ ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾ പോകുന്നത്. ഈ തൊട്ട് പിറകിലായിട്ട് കാണുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തോട് പൂർണ്ണമായിട്ട് സ്ലാബിട്ട് അടച്ച നിലയിലാണ്. കുറെ വർഷങ്ങളായതാണ് ഇങ്ങനെ അടച്ചിട്ട്. പക്ഷെ ഇപ്പോഴതിന്റെ അടി നിറയെ മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞിട്ട് ഇത് ഭയങ്കരമായിട്ട് ബ്ലോക്കായിട്ട് ഈ പ്രദേശമെല്ലാം വെള്ളത്തിലാവുകയാണ്. ഇത് നമ്മുടെ പാലാ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിലെല്ലാം പെടുത്തതാണ്. എന്റെ പിന്നിൽ കാണുന്ന ഈ കടയുണ്ടല്ലോ, ഈ കടകൾ ഒരു മഴ പെയ്താലും ഇവിടെ തുറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ ഭാഗത്തൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പാലായില് ഇത് നമ്മുടെ ഇവിടുത്തെ പാലാ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽ കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷൻ പെടുത്തുകയും ഇതിനുവേണ്ടി മീറ്റിംഗ് ഒക്കെ നടത്തുകയും ചെയ്തതാണ്. റെസിഡൻസ് അസോസിയേഷൻ ഈ ഭാഗം തെളിക്കാനായിട്ട് എല്ലാ രീതിയിലും മുൻപോട്ട് വന്നപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയിലെ ഇവിടുത്തെ കൌൺസിലറും മറ്റും ഇടപെട്ട് വേണ്ട, അത് ഞങ്ങൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങളത് ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ ഒരു മഴ പെയ്താൽ ഇതാണ് ഗതി. അടിയന്തരമായിട്ട് ഈ എന്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലത്തോട്ടുള്ള ഈ തോടടച്ചിരിക്കുന്ന ഈ സ്ലാബുകൾ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ പരിഹരിക്കണമെന്നും അതോടൊപ്പം ഈ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം ഈ മീനച്ചിലാറ് വരെ തോട് കയ്യേറിയ മുഴുവൻ വ്യക്തികളുടെയും ആ കയ്യേറ്റം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എന്റെ പേര് ബിജു മാത്യു എന്നാണ്. ഞങ്ങള് ഇത് സഹിച്ചു മടുത്തു. ഈ പ്രദേശത്തുള്ള വീടുകളിലേക്ക് കയറുന്ന, അതായത് ഇവിടുത്തെ കടകളിലേക്കൊക്കെ കയറുന്ന ഭാഗമാണ് പിന്നെ കാണുന്നത്. ഇപ്പം വെള്ളമൊന്ന് ജസ്റ്റ് കുറഞ്ഞൊരു സമയമാണ്. ധാരാളം വീടുകളും അതുപോലെ തന്നെ കടകളും ഉള്ള ഭാഗമാണ്. ഈ ബിസിനസ് ഒക്കെ മടുപ്പുള്ള ഈ സമയത്താണ് ഇതുപോലെ നമ്മുടെ അധികൃതരുടെ അങ്ങേയറ്റത്തെ അനാസ്ഥ കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മളവർക്ക് ഇതിനൊക്കെ പിന്നിൽ ഒത്തിരി അഴിമതിയുടെ കഥകളുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അഴിമതി ഇത് എന്നെ സംബന്ധിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എംപിയുടെ വീടിനോട് തൊട്ടടുത്താണ്, ജോസ് കെ മാണി എംപിയുടെ വീടിനോട് തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ പ്രിയ ബഹുമാനപ്പെട്ട എംപിയെ അതുപോലെ MLA ഇവരെല്ലാം ഇത് ശ്രദ്ധിക്കണം. കാരണം ഇവരൊക്കെ ഇത് മുൻപിൽ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി കൊട്ടാരമറ്റം റെസിഡൻസിന്റെ പേരിലും ഇവിടെയുള്ള കടക്കാരുടെ പേരിലും എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ ദയവായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2025 ജൂൺ 26 തീയതി നിന്നുകൊണ്ടാണ്. ഇപ്പൊ സമയം 10 മണി ആകുന്നു. ഈ സമയത്താണ് ഇവിടെ ഞാനിത് എടുക്കുന്നത്. ഇന്ന് കാലത്ത് ഇവിടെ ശക്തമായ വെള്ളമായിരുന്നു. അത് ആ സമയത്ത് ഇവിടുന്ന് ആൾക്കാർ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. ദയവായിട്ട് നടപടി എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.